afternoon, children. So today we are going to learn about turning forces. So in this session, we will learn about how forces cause something to turn, and we will learn a new term known as moment, and how to calculate the moment caused by the force. So before that, let us revise the definition for the force. Force is that something we push or pull, push or pull, or to turn, to change shape, size, shape, state of rest, or state of motion. A force is needed to turn an object. So that particular thing we are going to discuss today. So before that, we have to discuss that is make a list such as door handle that are turned by forces. അതായത് ടേണിംഗ് ഇഫക്റ്റ് കാരണം പ്രൊഡ്യൂസ് ആവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡോർ ഹാൻഡിലാണ് ഏറ്റവും നല്ല, അല്ല, ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വി ആർ ടേണിങ് ഇറ്റ്. അതേപോലെ വീൽ ബാരോ, നമ്മുടെ ഹാൻഡ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ മീൻസ് ഇറ്റ് ഇസ് ടേണിങ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേണിങ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടോപ്പ് ആൻഡ് ബാലൻസ്, അല്ലെ, അവിടെയും ടേണിംഗ് ആണ്. അതായത് ഒരു സൈഡ് വെയിറ്റ് കൂടുമ്പം ഇനിയൊരു സ്ഥലത്ത് ദർ ഇസ് എൻ അപ്വേർഡ് ഫോഴ്സ്, ഒരു സൈഡ് ഡൗൺവേർഡ്സ് ഫോഴ്സ് ആണെങ്കിൽ. അതേപോലെ സീസോ, നമ്മുടെ സിസേഴ്സ്, ഇവിടെ എല്ലാത്തിലും ദർ ഇസ് എ ടേണിംഗ് എഫക്റ്റ്, അല്ലെ, ടേണിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. So here first we are going to discuss about turning effect of forces. That is, when you push down or a door handle, the handle turns. അല്ലെ, അതായത് നമ്മളൊരു ഡോറ് പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാൻഡിൽ ടേൺ ആവുന്നുണ്ട്. സോ when you push down a pedal on a bicycle, the crank arm turns. അല്ലെ, ഈ ആം ടേൺ ആവും. So that is, this particular arm will turn. So when you pull on a door, the door turn towards you. അല്ലെ, നമ്മുടെ നേർക്ക് വരും. And these are the example that causes an object to turn. So object that turns is known as lever. Object that turns is known as what? Lever. And there is a point at which the lever turns. That point is known as pivot or fulcrum. Okay, pivot or fulcrum. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും. ടേൺ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ടായിരിക്കും ടേൺ ആവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡോർ എടുക്കുകയാണെങ്കിൽ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റ് വെച്ചിട്ടാണ് ടേൺ ആവുക? ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഡോർ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിന് ഇവിടെ ഒരു ഹിഞ്ചസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെ, നമ്മുടെ ഡോറും ആ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമും കണക്ട് ചെയ്യുന്ന ഹിഞ്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. കുറെ നെയിൽസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവിടെ വെച്ചിട്ടാണ് ടേൺ ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ഡോർ ഹാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ടേൺ ആവുന്നത്. So that particular point at which a particular object turns is known as pivot. Okay, the point at which the lever turns is known as pivot. ആ ഒരു പൊസിഷൻ ഉണ്ടാവും, ഏത് ഒബ്ജക്റ്റിനും മൂവ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ പിവറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സ്, അല്ലെ, ഈ ജോയിന്റ് ആണ് നമ്മുടെ പിവറ്റ് എന്ന് പറയുന്നത്. സോ ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഹാൻഡിന് ടേണിംഗ് സംഭവിക്കുന്നത്. സോ ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് പിവറ്റ്. സോ ദ ലിവർ ആൻഡ് പിവറ്റ് ആർ ഷോൺ ഇൻ ദ പിക്ചർ ഓഫ് എ ബൈസൈക്കിൾ പെഡൽസ്. അല്ലെ, ഈ പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഇതിന്റെ പിവറ്റ്. ഈ പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഇതിന്റെ പിവറ്റ്. സോ വെൻ യു ബെൻഡ് യുവർ ആം, ദ ആം ആക്ട് ആസ് എ ലിവർ. ഇത് ലിവർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദ എൽബോ ആക്ട് ആസ് എ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് ഒരു ടേണിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. So this is a important thing in turning effect of forces. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറിന്റെ കാര്യം തന്നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് when you open the door, it is easy to open at this side. ഈ സൈഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ it is very easy. Suppose if you are pulling near to this hinge, ഈ ഹിഞ്ചിന്റെ അടുത്തുനിന്ന് നമ്മൾ ടേൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ it will be very difficult, അല്ലെ. ആ ടേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഈ ഹിഞ്ചിന്റെ ഏറ്റവും ഡിസ്റ്റൻസ്, ഈ പിവറ്റിന് ഏറ്റവും ഡിസ്റ്റൻസിലാണ് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ it will be resulting a better turning effect. But if you are applying a force near to the hinge, അതായത് ഈ പെർട്ടിക്കുലർ പിവറ്റിനെ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് ആക്കി എടുത്തു, ആൻഡ് ഇതിന്റെ അടുത്തുനിന്നാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ടൊരു ടേണിംഗ് എഫക്റ്റ് വരില്ല. ആൻഡ് അത് മാത്രമല്ല, സപ്പോസ്
ഇവിടെ നമ്മളും ആ ഡോറും തമ്മിൽ ദിസ് ഇസ് എ ഡോർ ആൻഡ് വി ആർ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ് അല്ലെ, നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ എ പെർപെൻഡിക്കുലർ, ഒരു 90 ഡിഗ്രിയിലാണ് വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് അല്ലെ, ഒരു 90 ഡിഗ്രിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നല്ല ടേണിംഗ് ഇഫക്റ്റ് വരുന്നത്. സോ suppose if we are far from the pivot and we are 90 degree to the lever, means it will be producing a greater turning effect. അതായത് പിവറ്റിന് ഡിസ്റ്റൻസ് കൂടുന്തോറും and if we are applying a force 90 degree to the lever, means it will be producing a greater turning effect. So ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ടേണിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് പ്രൊഡ്യൂസ് ആവാൻ? എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ദാറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ പിവറ്റ് ആൻഡ് ദ ഫോഴ്സ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ പിവറ്റ് അല്ലെ. ഡിസ്റ്റൻസും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. Force applied perpendicular to the pivot is also important point. So that അതായത് ഈ turning effect of force, simply it is known as moment. Okay, turning effect of force, simply it is known as moment. The moment of a force describe its turning effect of force. The moment of the force depend on the size of the force അല്ലെ, നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു. സോ നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുത്താൽ കൂടുതൽ ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ആവും. bigger the force, bigger the moment. The distance between the position where the force acts and the pivot അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പിവറ്റിന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. that is very important point. So moment is equal to, moment എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? moment is equal to force into distance. Force into distance is the moment. അപ്പോൾ എപ്പോഴും നമുക്ക് കൂടുതൽ ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ we should be apply force more away from the pivot അല്ലെ. പിവറ്റിന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ it will be producing a greater moment. Okay, so the greater distance from the pivot, it will be producing greater moment. Okay, so moment is equal to force into distance. Moment is equal to what? Force into distance is equal to moment. So ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ you have to write this definition. ഇത് തൊട്ട് ഇതുവരെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ റെക്കോർഡ് ബുക്കിൽ എഴുതണം. And this definitions also, pivot in the definition, lever in the definition, ഇത് രണ്ടും എഴുതണം. Okay, so moment is equal to force into distance. So അതിന്റെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ പിവറ്റിന്റെ അടുത്ത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ it will be producing a lesser turning effect. So പിവറ്റിന് ദൂരം കൂടുന്തോറും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുക, അടുത്ത് പോയിട്ട് ഓപ്പൺ ചെയ്യുക, അതേപോലെ പിവറ്റിന്റെ ദൂരെ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ it will be producing a greater turning effect. So force, അപ്പൊ എന്തിന്റെ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടേണിംഗ് ഇഫക്റ്റ് ഇരിക്കുന്നത്? It depends on the force. ഇപ്പൊ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ കൂടുതൽ ടേണിംഗ് ഇഫക്റ്റ് ആയിരിക്കും. And the distance from the pivot അല്ലെ, distance from the pivot is also important. Okay, moment is equal to force into distance. So അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണെന്നറിയാം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണെന്നറിയാം. So what is the unit of moment? Newton meter. So distance in the equation is the distance from the pivot to the position of the force act അല്ലെ. ഇപ്പൊ സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ലിവർ വരയ്ക്കുകയാണ്, ഈ പോയിന്റ് ആണ് നമ്മൾ പിവറ്റ് ആക്കി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? ഇവിടെയാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊസിഷനിലാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തത് വെച്ചാൽ ഇത് തൊട്ട് ഈ പിവറ്റ് തൊട്ട് ഈ ഫോഴ്സ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഇസ് ഇൻ ദിസ് ഇക്വേഷൻ ഇസ് ഡിസ്റ്റൻസ് ഫ്രം പിവറ്റ് ടു ദ പൊസിഷൻ വിത്ത് ദ ഫോഴ്സ് ആക്ട്. സോ ഈ പിവറ്റ് തൊട്ട് എവിടെയാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ദാറ്റ് ഇസ് എ ഡിസ്റ്റൻസ്. ആൻഡ് ദ ഫോഴ്സ് ഓഫ് ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ and the unit of distance is meter. So it is Newton meter. Okay, it is written as what? Newton meter. So there is a worked example here. A pulling force of 35 Newton is needed to open a door. Appo force 35 Newton ആണ്. And the distance from the door handle to the door hinges, അതായത് ആ hinge ആണ് നമ്മുടെ ഇവിടുത്തെ pivot, is 0.8 meter. So what is the moment? Moment is equal to force into distance. Here force is equal to 35 Newton and conversion മീറ്ററിലാണോ, അതായത് SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. സെന്റിമീറ്ററിലാണെങ്കിൽ we have to convert into meter. Okay, 35 into 0.8, so 28 Newton meter. Okay, 28 Newton meter. So this is a direct application.
ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദ ഡയഗ്രാം. വാട്ട് ഇസ് ദ മൊമെന്റ് കോസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ ആം? സോ നമുക്ക് ഇതാണ് നമ്മുടെ പിവറ്റ് പോയിന്റ് ആൻഡ് ദിസ് ഇസ് എ ഫോഴ്സ് അല്ലെ, 20 ന്യൂട്ടൺ ആണ് ഫോഴ്സ് ആൻഡ് ദിസ് ഇസ് എ ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പിവറ്റ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഇസ് how much? 0.25 meter. So moment is equal to F into D, which is equal to 20 into 0.25, which is equal to 5 Newton meter. Okay, 5 Newton meter. So this is how we will calculate the moment. Moment is equal to force into distance. Okay, so I hope this is clear for you. And ee rendu worked example kuda ningada record il cheya. And if you have any doubt, please message me children. Thank you.